ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തെല്ലാവരും വർത്താനം സുഖമല്ലെല്ലാവർക്കും. ഞാൻ കുറേ ദിവസമായിട്ടോ വീഡിയോസൊക്കെ ആയിട്ട് വന്നിട്ട് ഇന്ന് ഞാനൊരു 3 കിലോ ബിരിയാണി ഉണ്ടാക്കിയിരുന്നു കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയത് തന്നെയായിരുന്നു കേട്ടോ. ഇതുപോലെ ചെമ്പിൽ പുറത്തുണ്ടാക്കിയതാണ്. അപ്പം ഞാൻ ഫുൾ റെസിപ്പി ഒന്നും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, കാരണം ഒരുപാട് ഞാൻ റെസിപ്പീൻ്റെ ചാനലിൽ അപ്ലോഡ് ആക്കിയതാണ്. വേണ്ടവരൊന്ന് പോയി നോക്കിയാൽ മതി കേട്ടോ. പക്ഷേ അങ്ങനെ പുറത്തൊക്കെ വെച്ചപ്പോൾ അതൊരു ഭംഗി തോന്നിയപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് വീഡിയോസ് എടുത്തത് മാത്രം ഒന്ന് കണ്ടു നോക്കി. അപ്പോൾ അതാ 3 kg ചിക്കന് പൊരിച്ചൊന്നല്ല കേട്ടോ വെച്ചിട്ടുള്ളത്. മസാലയൊക്കെ വാട്ടിയിട്ട് സാധാ പോലെ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ അരി വേവിച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ദമ്മിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ സാധാ പോലെ നമ്മളെ ബിരിയാണി മസാല അണ്ടിപ്പരിപ്പ് മുന്തിരിയും കറിവേപ്പിലയും മല്ലിച്ചപ്പൊക്കെ ഇട്ടിട്ട് കടലിട്ട് നല്ല ദമ്മിട്ടെടുക്കുക. എന്തായാലും അടിപൊളി ഒരു ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ പുറത്തൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഞാൻ ഫുൾ റെസിപ്പിയൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്നതുകൊണ്ട് വീഡിയോ ഫുള്ളായിട്ട് എടുക്കാനും പറ്റില്ല. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഫുൾ വീഡിയോസ് നോക്കാൻ. എന്നാലും ഇതിൻ്റെ റെസിപ്പി ഇതുപോലുള്ള റെസിപ്പീനെ ഞാൻ എൻ്റെ ചാനലിൽ ഒരുപാട് അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ, ബീഫും ചിക്കനും ഒക്കെ. അപ്പോൾ അത് പോയി നോക്കിയാൽ മതി. അപ്പോൾ ദമ്മൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല മണം വരുന്നുണ്ട്. അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ബിരിയാണി തന്നെയായിരുന്നു കേട്ടോ. നല്ല അടിപൊളി മസാലയും കാര്യങ്ങളൊക്കെ ഇട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്കിങ്ങനെ ഒരുപാട് പേർക്കൊക്കെ പെട്ടെന്നൊക്കെ ഫുഡ് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് കേട്ടോ. എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ല. ഞാൻ ഫുൾ കോൺസെൻട്രേഷനും ഇതിക്ക് കൊടുത്തിട്ടായിട്ട് ചെയ്യുക. എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ ഫുഡ് കുക്ക് ചെയ്യുമ്പോൾ അങ്ങനെ കേട്ടോ. പക്ഷേ വീഡിയോസൊക്കെ എടുക്കണം പിന്നെ കാര്യം ഓർമ്മ വരിക. അപ്പം അങ്ങനെ പിന്നെ ഓർമ്മ വന്നപ്പോൾ അല്ലേ കുറച്ച് ക്ലിപ്സ് ഇതിലുള്ളൂ. അപ്പോൾ എന്തായാലും ഒന്ന് കണ്ടു നോക്കി. നല്ല അടിപൊളി ചിക്കൻ ദം ബിരിയാണി. അപ്പോൾ എന്തായാലും ഈ ഒരു സെയിം റെസിപ്പി തന്നെ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. വളരെ ഒന്ന് പോയി നോക്കിയാൽ മതി. പിന്നെ അളവൊക്കെ നമുക്ക് കൂട്ടി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇത് നല്ല അടിപൊളി സോഫ്റ്റ് ചിക്കൻ ബിരിയാണി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാവർക്കും ഒന്ന് വിളമ്പി കൊടുക്കട്ടെ. എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കി കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് നല്ല വീഡിയോ ആയിട്ട് വരാം കേട്ടോ.